സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ മിത്രങ്ങൾക്കും ഇന്നത്തെ കഥയിലേക്ക് നല്ലൊരു സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് ഷാൻ. വീട്ടിൽ ഉമ്മായും ഒരനിയത്തിയും ഉണ്ട്. ബാപ്പ സൗദിയിലാണ്. ബാപ്പായ്ക്ക് ഒരു അനിയനുണ്ട്, ഇസ്മയിൽ. അദ്ദേഹത്തിന്റെയും എന്റെ ഉമ്മിച്ചയുടെയും നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പുള്ളിക്കാരനും ഫാമിലിയും ബാംഗ്ലൂരിലാണ് താമസം. കൊച്ചാപ്പായ്ക്ക് അവിടെ നല്ലൊരു കമ്പനിയിലാണ് ജോലി. അവർക്ക് 2 കുട്ടികളുണ്ട്. അവർ അവിടെയാണ് പഠിക്കുന്നത്. ഇടയ്ക്കൊക്കെ അവർ എല്ലാവരും കൂടി നാട്ടിൽ വരും. വല്യുമ്മിച്ച, അതായത് എന്റെ വാപ്പായുടെ ഉമ്മ ഞങ്ങളുടെ കൂടെയാണ് താമസം. വല്യുമ്മിച്ചയെ കാണാനാണ് കൊച്ചാപ്പ ഇടയ്ക്കിടെ വരുന്നത്. എനിക്ക് 10-23 വയസ്സായി. പഠിത്തമെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. വാപ്പ എനിക്ക് വേണ്ടി അവിടെ ഒരു വിസ നോക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അനിയത്തി ഡിഗ്രിക്ക് പഠിക്കുന്നു. വല്യുമ്മിച്ചായ്ക്ക് 10-90 വയസ്സുണ്ട്. കിടപ്പാണ്. പ്രായത്തിൻ്റെതായ എല്ലാ അസുഖങ്ങളും പുള്ളിക്കാരത്തിക്കുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് കൊച്ചാപ്പ ഓടി ഓടി വരുന്നത്. അങ്ങനെ ഇപ്രാവശ്യവും കൊച്ചാപ്പ വന്നു. വന്ന പാടെ എന്നോട് ചോദിച്ചു, എടാ ഷാനെ, വല്യുമ്മിച്ചായ്ക്ക് എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ല കൊച്ചാപ്പ, പിന്നെ പ്രായത്തിൻ്റെതായ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു. കൊച്ചാപ്പയെ കണ്ട് ഉമ്മിച്ച ചോദിച്ചു, അല്ലടാ ഇസ്മയിലേ, നീ പോയിട്ട് 4-5 മാസം ആയല്ലോ, എന്തു പറ്റി? മറ്റേത് ഉമ്മയെ കാണാൻ ഓടി ഓടി വരുന്ന ആളായിരുന്നല്ലോ. ഒന്നും പറയണ്ട ചേട്ടത്തി, കമ്പനിയിൽ ഇത്തിരി വർക്ക് കൂടുതലായിരുന്നു, അതുകൊണ്ടാ, കൊച്ചാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് കൊച്ചാപ്പ നേരെ വല്യുമ്മിച്ചയുടെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഉമ്മായും മോനും കൂടി സംസാരിച്ചു. എന്നിട്ട് കൊച്ചാപ്പ ഇറങ്ങി പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ഹാളിൽ ഇരിക്കുകയായിരുന്നു. കൊച്ചാപ്പ വന്ന് എന്റെ അടുത്തിരുന്ന് ബാംഗ്ലൂരിലെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ ഉമ്മിച്ചായും വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരിപ്പുറപ്പിച്ചു. കൊച്ചാപ്പായുടെ ഓരോരോ കത്തി കേട്ട് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. കൊച്ചാപ്പായാണെങ്കിൽ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ പിന്നെ ഉടനെയൊന്നും നിർത്തുന്ന യാതൊരു ലക്ഷണവുമില്ല. പറക്കത്തിയാണ് ആൾ. കൊച്ചാപ്പയുടെ സംസാരം കേട്ട് ഉമ്മിച്ച കിടന്ന് ചിരിക്കും. ആ ചിരി കാണുമ്പോൾ കൊച്ചാപ്പ പറയും, എന്റെ ചേട്ടത്തി, ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിച്ച് കൊതിപ്പിക്കല്ലേ. അത് കേട്ട് ഉമ്മിച്ച വീണ്ടും ചിരിക്കും. അങ്ങനെ രാത്രി അത്താഴം കഴിക്കുന്നത് വരെ കൊച്ചാപ്പായുടെ കത്തി തുടർന്നു. അത്താഴം കഴിക്കുന്നതിനിടയിലാണ് കൊച്ചാപ്പായുടെ ഒരു ചോദ്യം. അല്ല ചേട്ടത്തി, ഇങ്ങക്കിപ്പോ എത്ര വയസ്സായി? ഉമ്മിച്ച കൊച്ചാപ്പായെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താടാ അനക്കിപ്പോ എന്റെ വയസ്സറിഞ്ഞിട്ട് വല്ല നിക്കാഹ് ആലോചിക്കാനാണോ? അല്ല, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ, കൊച്ചാപ്പ പറഞ്ഞു. എനിക്കിപ്പോ 49 വയസ്സ് കഴിഞ്ഞു. എന്താ? കൊച്ചപ്പ ഉമ്മിച്ചായ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, പക്ഷെ ചേട്ടത്തിയെ കണ്ടാൽ അത്രയൊന്നും പറയില്ല കേട്ടോ. ഉമ്മിച്ച എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കല്യാണപ്രായമായി നിൽക്കുന്ന ഒരു ചെറുക്കന്റെ ഉമ്മായാ ഞാൻ, ഉമ്മിച്ച എന്നെ നോക്കി പറഞ്ഞു. അത് കേട്ട് കൊച്ചാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലടാ ഷാനെ, നീയും നിന്റെ ഉമ്മിച്ചായും കൂടി നടന്നു പോകുന്നത് കണ്ടാൽ ആങ്ങളെയും പെങ്ങളും കൂടി പോവുകയാണെന്നേ പറയൂ. അത് കേട്ട് ഉമ്മിച്ച എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. പിന്നെയും കൊച്ചാപ്പ അവിടെ ഇരുന്ന് കുറച്ചുകൂടി കത്തിയടിച്ചിട്ട് ഉമ്മിച്ചായെ നോക്കിയിട്ട് എന്നെ നോക്കി പറഞ്ഞു, എടാ ഷാനെ, നീ നിക്കാഹ് ചെയ്യുന്നെങ്കിലേ നിന്റെ ഉമ്മിച്ചായെ പോലെ ഒരു മൊഞ്ചത്തി പെണ്ണിനെ വേണം നിക്കാഹ് ചെയ്യാൻ. ഞാൻ ഉമ്മിച്ചായെ ഒന്ന് നോക്കി. ഉമ്മിച്ച കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നോക്കാം കൊച്ചാപ്പ, ആദ്യം എനിക്കെന്തെങ്കിലും ജോലി ശരിയാകട്ടെ. അപ്പോൾ ഉമ്മ എന്നെ നോക്കി പറഞ്ഞു, ശരിയാടാ മോനെ, എന്റെ മോൻ എന്തെങ്കിലും ജോലി ഒപ്പിച്ചിട്ട് കിട്ടിയാൽ മതി. കൊച്ചാപ്പായും അത് കേട്ട് മൂളി. രാത്രി ഞാനും കൊച്ചാപ്പായും കൂടി ഒരു മുറിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത്. കിടന്ന കിടപ്പിൽ കൊച്ചാപ്പ എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല ലൈൻ വല്ലതും ഉണ്ടോടാ? ഓ ഇല്ല കൊച്ചാപ്പ. അതെന്താടാ ഈ പ്രായത്തിൽ? അതൊക്കെ ഒരു രസമല്ലേടാ. എനിക്ക് പേടിയാ കൊച്ചാപ്പ, ഞാൻ പറഞ്ഞു. നിന്റെ കൂട്ടുകാരൊന്ന് 2 പേരുണ്ടല്ലോ, അവന്മാർക്കുണ്ടോ? ആ അവന്മാർക്കൊക്കെ ഉണ്ട്. ഈ പ്രേമിക്കുന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടിട്ടുണ്ടോ? കൊച്ചാപ്പായുടെ വീണ്ടും ചോദ്യം. അങ്ങേര് നാക്ക് വായിലിട്ടിട്ട് കിടന്നുറങ്ങാനുള്ള ഭാവമില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കൊച്ചാപ്പ, ഞാൻ വീണ്ടും പറഞ്ഞു. എടാ, നീ നിന്റെ വാപ്പായുടെയും ഉമ്മായുടെയും സ്നേഹപ്രകടനം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അതിന് ഞാനൊരു ഉപായം പറയാം. ഞാൻ 2 ആഴ്ച ഇവിടെ കാണും. ഞാൻ നിന്റെ ഉമ്മിച്ചായെ പ്രേമിക്കാം. ആരും അറിയില്ല. തമാശക്കാണേ. എങ്ങനെയാണെന്നേ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് ചെല്ല്. അതിന് ഉമ്മിച്ച സമ്മതിക്കുമോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എടാ, അതൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഉമ്മിച്ച സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ ഉമ്മിച്ചായെ സമ്മതിപ്പിച്ചോളാമടാ, നീ നോക്കിക്കോ.
ഞാൻ പോകുന്നതിന് മുൻപ് അതെല്ലാം ഞാൻ ഓക്കെ ആക്കിയിരിക്കും. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നതേയില്ല. ഞാൻ കൊച്ചാപ്പ പറഞ്ഞത് തന്നെ ആലോചിച്ച് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉമ്മിച്ച ഇതിന് സമ്മതിക്കുമോ? മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ കൊച്ചാപ്പായി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ആള് വില്ലനാ. എന്തൊക്കെയാകുമോ പടച്ചോനെ, ആർക്കറിയാം. പിറ്റേന്ന് പകല് മുഴുവൻ ഉമ്മിച്ചയുടെ പുറകെ തന്നെയായിരുന്നു കൊച്ചാപ്പ. വൈകിട്ട് ഞാൻ ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചാപ്പ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് അടുക്കളയുടെ പടിഞ്ഞാറേ മുറിയിലെത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഈ ജനൽ കൂടി നോക്കിക്കോ, നിനക്കേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്നോടത് പറഞ്ഞിട്ട് കൊച്ചാപ്പ വീടിന്റെ പുറത്തേക്ക് പോയി. ഞാൻ ജനൽ കൂടി നോക്കി. ഉമ്മിച്ച മുറ്റത്ത് നിൽപ്പുണ്ട്. കൊച്ചാപ്പ നടന്ന് ഉമ്മിച്ചയുടെ അടുത്തെത്തി. കൊച്ചാപ്പ ഉമ്മായോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട് ഉമ്മ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഉമ്മിച്ചായും കൊച്ചാപ്പയോട് എന്തോ പറഞ്ഞ് രണ്ടുപേരും കൂടി തലയറിഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഉമ്മിച്ചായുടെ ബാക്ക് വശമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഉമ്മിച്ച എന്തോ പറഞ്ഞ് തല ഉലുക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉമ്മിച്ച ആള് കൊള്ളാമല്ലോ. മഴ കാത്തു നിന്ന വേഴാമ്പലിനെ പോലെ ഉമ്മിച്ചായ്ക്കും പെരുത്ത് സന്തോഷം. അവർ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. ഉമ്മിച്ചായുടെ ഇത്രയും വലിയ സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ വാപ്പ ആയിട്ട് പോലും ഉമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സന്തോഷിച്ച് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കൊച്ചാപ്പയുടെ കഴിവ് തന്നെ. എന്തായാലും ഏതറ്റം വരെ പോകുമെന്ന് നോക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീടിന്റെ മുറ്റത്ത് ഒരു കാറിന്റെ ശബ്ദം കേട്ടത്. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ഞാൻ ഇറങ്ങി സിറ്റൗട്ടിലേക്ക് ചെന്നു. ഉമ്മിച്ചായുടെ അനിയത്തിയും മക്കളുമായിരുന്നു. ഞാൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ഉമ്മിച്ച മുറ്റത്ത് നിന്ന് കയറി വന്നു. അനിയത്തിയുമായി സംസാരിച്ചിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? കൊച്ചുമ്മ എന്നോട് ചോദിച്ചു. ഓ, ഞാൻ എവിടെ പോകാനാ കൊച്ചുമ്മ? അങ്ങനെ ഉമ്മായും കൊച്ചുമ്മായും കൂടി സംസാരിച്ചിരുന്നു. ഞാൻ ഇറങ്ങി മുറ്റത്തേക്ക് പോയി. കൊച്ചാപ്പ മുറ്റത്തെ എരുത്തിലിന്റെ തിണ്ണയിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്തായി കൊച്ചാപ്പ കാര്യങ്ങൾ? ഞാൻ ചോദിച്ചു. എടാ, ഞങ്ങൾ സംസാരിച്ചതും ചിരിച്ചതുമെല്ലാം നീ കണ്ടില്ലേ? അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാ. ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ ഉമ്മിച്ചായ്ക്ക് ഒരു ജീവൻ കിട്ടിയത്. എടാ, അത് നിന്റെ ഉമ്മായെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ബാപ്പ, അതായത് എന്റെ ചേട്ടൻ, ഗൾഫിൽ പോയിട്ട് എത്ര കൊല്ലമായി? നിന്റെ ഉമ്മ ഇപ്പോഴും ചെറുപ്പമല്ലേടാ. അവർക്കും ഈ പ്രായത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ട്. അതെങ്ങനാ? നിന്റെ ബാപ്പായ്ക്ക് പണം മാത്രം മതിയല്ലോ. അതുണ്ടാക്കാൻ വേണ്ടി അങ്ങേര് കിടന്ന് നെട്ടോട്ടം ഓടുകയല്ലേ. ഞാൻ കൊച്ചാപ്പായെ നോക്കി തലകുലുക്കി. ആരെടാ വന്നത്? സൗദാ കൊച്ചുമ്മായ. വല്യുമ്മയെ കാണാൻ വന്നതാ, ഞാൻ പറഞ്ഞു. സന്ധ്യ ആയപ്പോൾ കൊച്ചുമ്മ തിരിച്ചുപോയി. അന്ന് രാത്രി അത്താഴമെല്ലാം കഴിഞ്ഞ് എന്നത്തെയും പോലെ ഞാനും കൊച്ചാപ്പായും കൂടി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കിടന്നു. ഞാൻ അടുക്കളയിൽ അത്താഴം കഴിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഉമ്മിച്ചായി ഒന്ന് ശ്രദ്ധിച്ചു. ഉമ്മിച്ച പതിവില്ലാതെ കുളിച്ച് ഫ്രഷായി ഒരു പുതിയ നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കുന്നു. മുഖത്ത് ഭയങ്കര സന്തോഷവും പ്രകടമായി കാണാം. ഇന്ന് ഇടിയും വെട്ടി മഴ പെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും കൊച്ചാപ്പായി ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ ഓരോന്ന് പറഞ്ഞു കിടന്ന് ഞാൻ ഉറക്കത്തിലേക്ക് അങ്ങ് വീണുപോയി. സമയം എത്രയായെന്ന് അറിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ കൊച്ചാപ്പ അടുത്തില്ല. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പതിയെ എഴുന്നേറ്റ് തൊട്ടപ്പുറത്തെ ഉമ്മിച്ചായുടെ മുറിയുടെ അടുത്ത് ചെന്നു. മുറിയിൽ നിന്ന് അടക്കി പിടിച്ച സംസാരം കേൾക്കാം. എനിക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായി. പാവ ഉമ്മിച്ച, എത്ര വർഷമായി. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇടിയും വെട്ടി തന്നെ മഴ പെയ്തു. തോരാത്ത മഴ.